നമസ്കാരം. കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ ഒരേ ഒരു ഉത്തരമുള്ളൂ, അത് ജോസ് കെ മാണിയാണ്. പക്ഷേ ആ ജോസ് കെ മാണിയുടെ നിലപാടുകൾ, അധികാരപരിധികൾ, ഒന്നുമില്ലായ്മകളൊക്കെ കേരളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പലപ്പോഴും. കാരണം ഒരു പ്രാദേശിക പാർട്ടിയായി നിൽക്കുന്ന ഈ കേരള കോൺഗ്രസ് എം എന്ന് പറയപ്പെടുന്ന പാർട്ടി ഏതൊക്കെ തരത്തിലൊരു സർക്കാരിൽ പിടിമുറുക്കാൻ കഴിയും, എങ്ങനെയാണ് ജോസ് കെ മാണിക്ക് ഇനിയുള്ള നിലനിൽപ്പ് എന്നതൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ജോസ് കെ മാണിയാണ് ഇപ്പോൾ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് MP ആയി ഇരിക്കുന്നത് എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് അവകാശപ്പെട്ട സീറ്റാണ് ഇപ്പോഴത്തെ രാജ്യസഭാ സീറ്റ് എന്ന് പറയപ്പെടുന്നത്. രാജ്യസഭാ സീറ്റിൽ പരസ്യ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ്. അതുകൊണ്ടാണ് ഇടതുമുന്നണിയിൽ ഇത് ഇടിച്ചു നിൽക്കുമോ എന്ന് കണ്ടറിയാം. കാരണം കേരളത്തിൽ ഒഴിവരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന 2 1 പരസ്യമായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കുകയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം. കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട സീറ്റാണ് ഇത് എന്ന് LDF ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത് എന്നും പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഇതിനോട് പ്രതികരിക്കുകയാണ്. ജോസ് കെ മാണിയാണ് ഇപ്പോൾ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് MP ആയിട്ട് രാജ്യസഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് അവകാശപ്പെട്ട സീറ്റാണ് ഇതാണ് എന്ന് അവർ പറയപ്പെടുന്നു. LDF ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത് എന്നും അത് കൃത്യമായി എടുക്കേണ്ടതുണ്ടെന്നും സ്റ്റീഫൻ ജോർജ് പറയുന്നുണ്ട്. ജൂലൈ 1 CPM നേതാവായിട്ടുള്ള എളമരം കരീമും CPI സംസ്ഥാന സെക്രട്ടറിയായുള്ള ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് എം ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി എന്നിവരുടെ കാലാവധി, രാജ്യസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. ഇടതുമുന്നണിയുടെ 3 പേർ ഒഴിയുമ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ MLA-മാരുടെ എണ്ണമനുസരിച്ച് 2 പേരെയെ മുന്നണിക്ക് ജയിപ്പിക്കാനാവൂ എന്നുള്ളതാണ്. CPI-യുടെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒഴിയുന്ന സീറ്റ് വീണ്ടും നിലനിർത്തേണ്ടത് 2 പാർട്ടികളുടെയും ആവശ്യമാണ്. അതേസമയം 3 സീറ്റിൽ 1 തങ്ങളുടേതാണ് എന്നും അതിൽ വിട്ടുവീഴ്ച വേണ്ടെന്നുമുള്ള നിലപാടാണ് CPI-ക്കുള്ളത്. മുന്നണി യോഗത്തിൽ സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ വിട്ടുവീഴ്ച എന്ന് പറയപ്പെടുന്നത് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് CPI-ക്കുള്ളിലെ ഒരു പൊതുവികാരമെന്ന് പറയപ്പെടുന്നത്. വിഷയം ഇതുവരെ ഇടതുമുന്നണി ചർച്ച ചെയ്തിട്ടുമില്ല. നിലവിലെ നിയമസഭയിലെ അംഗബലം അനുസരിച്ച് ഇടതുമുന്നണിക്ക് 2 സീറ്റിൽ വിജയിക്കാനാകും. ഇതിൽ 1 എന്ന് പറയപ്പെടുന്നത് CPM-നും മറ്റൊന്ന് ഘടകകക്ഷിക്കുമാണ് ഇപ്പോൾ പോവുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ വിഷയം ചർച്ചയാക്കിക്കൊണ്ട് വലിയ സമ്മർദ്ദം ശക്തിപ്പെടുത്തുവാനുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ നീക്കം നടക്കുന്നുണ്ട്. പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിക്ക് പാർലമെൻ്ററി പദവി അത്യന്താപേക്ഷിതമാണ് എന്ന നിലപാടിലാണ് പാർട്ടി തന്നെ. തങ്ങൾ CPI-ക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് കാലേക്കൂട്ടി പ്രഖ്യാപിച്ച കേരള കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയപ്പെടുന്നത് CPI-യെ പ്രകോപിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. CPM വിഷയത്തിൽ ആർക്കും ഒപ്പം നിലപാടെടുക്കും എന്നത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. കോട്ടയത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും തീരുമാനത്തെ സ്വാധീനിക്കുമെന്നത് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു പരാജയം കോട്ടയത്ത് തോമസ് ചാഴിക്കാടന് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജോസ് കെ മാണിക്ക് വലിയ വെല്ലുവിളിയാകും. കാരണം ജോസ് കെ മാണിയുടെ പിൻബലത്തിൽ വിജയിക്കാൻ കഴിയാത്തൊരു സീറ്റായി കോട്ടയം മാറുകയാണ് എങ്കിൽ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് ലഭിക്കില്ല. ഇനി ജോസ് കെ മാണിയുടെ പിൻബലത്തിൽ തോമസ് ചാഴിക്കാടൻ വിജയിക്കുകയാണെങ്കിൽ അതേ സമയത്തിനും ജോസ് കെ മാണിക്ക് ആ സീറ്റ് കൊടുക്കുവാൻ CPM നിർബന്ധമാകും. പക്ഷേ CPM-ന് അത് കൊടുക്കുവാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ CPI-യും CPM-ഉം തമ്മിലുള്ള വലിയൊരു തർക്കമുണ്ടാകും. മാത്രമല്ല CPI-യും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള ഒരു തർക്കവും ഉണ്ടാകും. ഇതിനകത്ത് CPM-ന് മാത്രമായിരിക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. പക്ഷേ എളമരം കരീമും ബിനോയ് വിശ്വവും ജോസ് കെ മാണിയുമാണ് ജൂലൈ 1 രാജ്യസഭയിൽ നിന്ന് പിരിയുന്നത്. ഇവരുടെ കാലാവധി അവസാനിക്കുമ്പോൾ പറഞ്ഞതുപോലെയാണെങ്കിൽ 3 പേർക്കും സീറ്റിന് അവകാശമുണ്ട് എന്ന് പറയാം. ഒന്ന് എളമരം കരീം CPM-ൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് CPM-ന് ഒരു സീറ്റിന് അവകാശവാദം ഉന്നയിക്കാം. മറ്റൊന്ന് ബിനോയ് വിശ്വമാണ്. ബിനോയ് വിശ്വം CPI-യുടെ സ്ഥാനാർത്ഥിയാണ്. CPI-ക്കും അത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കാം. മറ്റൊന്നെന്ന് പറയപ്പെടുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജോസ് കെ മാണി. ജോസ് കെ മാണിക്ക് അതുകൊണ്ട് തന്നെ പറയാം ഞങ്ങളുടെ സീറ്റാണ്. പക്ഷേ ജോസ് കെ മാണി ഈ രാജ്യസഭാ സീറ്റുമായി ആദ്യം എത്തുന്നത് UDF-ൻ്റെ ഭാഗത്തായിരുന്നപ്പോൾ ലഭിച്ച രാജ്യസഭാ സീറ്റായിരുന്നു. അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് വേണമെങ്കിൽ ഇടതുമുന്നണിയിൽ നിൽക്കുന്ന CPI-ക്കും CPM-നും നിങ്ങളുടെ സീറ്റുമായി വന്നവരെ അല്ലെങ്കിൽ UDF-ൻ്റെ പാനലിൽ ജയിച്ചു വന്നവരെ ഇവിടെ ഉൾക്കൊള്ളേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം CPI-യുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിലും ജോസ് കെ മാണിക്ക് അതിന് കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. ഇനി മറ്റൊന്ന് CPM എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും അവർക്കൊരു സീറ്റ് മാറ്റിവെക്കാതെ മറ്റൊരു സീറ്റ്, ഒരു സീറ്റുള്ളത് മാത്രമാണ് ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തൊരു സമവായത്തിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു സമവായം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അതിന് മുതിരേണ്ടത് CPM മാത്രമാണ്. അല്ലാതെ ജോസ് കെ മാണിയോ
CPIയുടെ ബിനോയ് വിശ്വമോ അത്തരത്തിലൊരു സമവായത്തിന് ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. സമവായം ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകിൽ CPM തിരിച്ചു പിടിക്കുന്ന ഒരു സീറ്റ്, രാജ്യസഭാ സീറ്റ് CPIക്കോ കേരള കോൺഗ്രസ് എമ്മിനോ കൊടുക്കേണ്ടി വരും. അങ്ങനെ വിജയിക്കാൻ പറ്റുന്ന 2 സീറ്റുകൾ ഘടകകക്ഷികൾക്കായിട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മും CPIയും ഇടതുപക്ഷത്തിനോടൊപ്പം ഉണ്ടാകും. അതല്ല മറിച്ച് ഒരു സീറ്റ് CPM തന്നെ മത്സരിക്കുകയും മറ്റൊരു സീറ്റ് ഘടകകക്ഷികളായിട്ട് മാറ്റിവെക്കുകയും ചെയ്യുകയാണെങ്കിൽ വലിയ തർക്കങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും ഇടതുമുന്നണിക്ക് ഉള്ളിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPIയും കേരള കോൺഗ്രസ് തമ്മിലുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് അത് കാരണമാകുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് CPM വളരെ കൃത്യമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലെത്തുക. ജൂൺ 4 ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം ജോസ് കെ മാണിയുടെ തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും ഒരു അനുകൂല നിലപാട് ജോസ് കെ മാണിയോടൊപ്പം CPM എടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു അനുകൂല നിലപാട് ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല. അത്തരത്തിൽ വരികയാണെങ്കിൽ ജോസ് കെ മാണിക്ക് പുറത്തു പോകേണ്ടി വരും എന്നുള്ളതാണ് അവസാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.